എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ബൊറൂട്ടോയും സാസുകയും അവർ രണ്ടുപേരും ട്രെയിനിങ് എടുത്തോണ്ടിരിക്കുകയാണ്. ബൊറൂട്ടോ ഷുരിങ്കൻ അത് വലിച്ചെറിയും. ഡബിൾ ഷുരിങ്കനൊക്കെ അവൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. എറിയും തോറും അത് ഫെയിലായി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ബൊറൂട്ടോ പറയും, ഇതെന്നെ കൊണ്ട് പറ്റില്ല, ഇത് ഉച്ചിയ ക്ലാനിന്റെ ഒരു പ്രത്യേക പവറാണ്. സാറുടെക്കാണ് ഈ ഒരു ഷുരിങ്കൻ ജിപ്സും ഒക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയൂ. ഉടനെ സാസുക അവനാണെങ്കിൽ അവന്റെ ഒരുപാട് ക്ലൗൺസിനെ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. ബൊറൂട്ടോ, ഇത് ഉസുമാക്കി ക്ലാനിന്റെ പ്രത്യേക ജിപ്സു അല്ലേ, ഇതെന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ ഷുരിങ്കൻ ജിപ്സു അത് നിന്നെ കൊണ്ടും ചെയ്യാൻ കഴിയും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കണ്ട് എന്താ പറയണ്ടേന്ന് അറിയില്ല. അവൻ ഫുൾ സ്ട്രെങ്തില് അവന്റെ ക്ലൗൺസുകളെ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ മാക്സിമം 4 ക്ലൗൺസുകളെ മാത്രമേ അവനെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയൂ. അത് കണ്ട് സാസുക തലവേനച്ചിരിക്കും. നിന്റെ പ്രായത്തില് നിന്റെ പപ്പ 1000 ക്ലൗൺസുകൾ വരെ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കേട്ട് ഒരുപാട് വിഷമാവും. കട്ട് ചെയ്ത സാസുകയും ചോച്ചറയും അവർ രണ്ടുപേരും ഉടനെ ഗാറ പറയും, ട്രെയിനിൽ വെച്ച് അവരിനെ അറ്റാക്ക് ചെയ്തു ആ ഒത്സുകി. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് ട്രെയിനിൽ ആരുടെ അടുത്തേക്ക് വരാണ്. ഗാറയ്ക്കാണെങ്കിൽ അവനെ കാണുമ്പോൾ തന്നെ ആരാണെന്ന് മനസ്സിലാവും. ഗാറ ചോദിക്കും, നീയല്ലേ കില്ലർ ബി അറ്റാക്ക് ചെയ്ത് 8 ടൈലിനെ കൺട്രോൾ ചെയ്തത്? അതിനവൻ പറയും, ഞാനല്ല, അതെന്റെ സുപ്പീരിയേഴ്സ് ആണ്. നിന്റെ ബോഡിയിലുള്ള ആ ഒരു ടൈൽഡ് പീസ്റ്റ് അതിനെ എടുക്കാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞ് അവനിപ്പോ ഒരുതരം ഹുക്ക് അത് ഗാറയ്ക്ക് നേരെ നല്ല ഫോഴ്സിലായിരിക്കും. ഗാറ അവന്റെ സാൻഡ് വെച്ച് അതിനെ തടയാൻ ശ്രമിക്കുമെങ്കിലും പക്ഷെ അപ്പോഴേക്കും ആ ഒരു ഹുക്ക് അത് ഗാറയുടെ നെഞ്ചില് അങ്ങനെ കയറിപ്പോവും. അടുത്ത നിമിഷം അവൻ ഗാറയുടെ ബോഡിയിലുള്ള എന്തോ ഒരു പവർ അതങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. ഗാറയ്ക്കാണെങ്കിൽ അവന്റെ നെഞ്ചിലെ പെയിൻ അത് സഹിക്കാനാവില്ല. അവൻ അവിടെ കൈ പിടിച്ച് ഒരുപാട് വേദനയിൽ കരയും. കട്ട് ചെയ്ത സാസുക പറയും, ഉറപ്പായിട്ടും അവനും കാഗുയയുടെ ക്ലാനിലുള്ള ആരോ ഒരാൾ തന്നെയാണ്. ആക്ച്വലി കാഗുയയുടെ മാൻഷനിൽ വെച്ച് എനിക്കൊരു സ്ക്രോള് കിട്ടി. അത് ഡീകോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരുപാട് ഡൗട്ടുകൾക്കുള്ള ആൻസർ അതിൽ നിന്ന് കിട്ടും. പക്ഷെ നമ്മളിപ്പോ വളരെ ബാഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. ചുനിയൻ എക്സാം അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പോസ്റ്റ്പോണ്ട് ചെയ്യാൻ പോലും നമ്മളെ കൊണ്ട് ഇപ്പൊ പറ്റില്ല. ഗാറയ്ക്കാണെങ്കിൽ എല്ലാം കേട്ട് ടെൻഷനാവും. ഉടനെ ഗാറ പറയും, എന്റെ ബോഡിയിൽ ഷുക്കാഗു ഇല്ല എന്നുള്ള കാര്യം അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും എന്തോ ഒരു പവർ അവർ എന്നിൽ നിന്നും അബ്സോർബ് ചെയ്താണ് അവിടുന്ന് കടന്നുപോയത്. ഇപ്പൊ നമ്മൾ ചുനിയൻ എക്സാം അത് നീട്ടി വെക്കുകയാണെങ്കിൽ ലാൻഡ് ഓഫ് ഫയറിനോടുള്ള റെപ്യൂട്ടേഷൻ അത് മുഴുവൻ നഷ്ടപ്പെടും. അതിന് സാസുക എത്രയും പെട്ടെന്ന് അത് ഡീകോഡ് ചെയ്തേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെതിരായി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂന്ന് പറഞ്ഞ് അവിടുന്ന് ഡിസപ്പിയർ ആവും. ഇവിടെ ചോച്ചിറോയ്ക്കാണെങ്കിൽ ഗാറയുടെ അവസ്ഥ കണ്ട് കുറച്ച് സങ്കടവും തോന്നും. അവൻ ചോദിക്കും, എന്തു പറ്റി ഗാറ, നിനക്കിപ്പോ പെയിനുണ്ടോ? നിന്റെ നെഞ്ചില് പെയിനുണ്ടോ? അതിനവൻ പറയും, ഇല്ല, ഞാനിപ്പോ ഓക്കെയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ വീണ്ടും എക്സാം നടക്കുന്ന സ്ഥലം കാണിക്കുകയാണ്. അവിടെ എക്സാം റൗണ്ട് 2 അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇൻസ്ട്രക്ടർ ആണെങ്കിൽ ദൂരത്തായി നമ്മുടെ കുട്ടികൾക്ക് ഓരോ ഫ്ലാഗ്സ് കാണിച്ചു കൊടുക്കും. ആരാണോ ആ ഫ്ലാഗ് കളക്ട് ചെയ്യുന്നത് അവരായിരിക്കും ഈ ഒരു ഗെയിമിൽ ജയിക്കുക. അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോ ഫ്ലാഗ് എടുക്കാൻ ഓടിപ്പോവും. ആദ്യം തന്നെ ഷിക്കഡായി ടീം അവരാണെങ്കിൽ ആ ഫ്ലാഗ് എടുക്കാൻ അതിന്റെ തൊട്ടടുത്തേക്ക് എത്തും. അപ്പൊ മറ്റൊരു ടീം ആ ഫ്ലാഗ് പോസ്റ്റിന്റെ ക്ലോസ് എത്തിയ ഉടനെ ഷിക്കഡ അവന്റെ ഷാഡോ ജിപ്സ് ഉപയോഗിച്ച് അവർ ലോക്ക് ചെയ്യാണ്. മീറ്റ്സുകി ആണെങ്കിൽ ഒരുപാട് ആനിമൽസിനൊക്കെ ഉപയോഗിച്ച് അവർ അറ്റാക്ക് ചെയ്യും. അപ്പൊ അതേസമയം ചോച്ചോ അവളുടെ സൈസ് വലുതാക്കി വളരെ ഈസിയായി ആ ഫ്ലാഗ് കയ്യിലെടുക്കും. അങ്ങനെ ഷിക്കഡ ടീം അവരിപ്പോ സെക്കൻഡ് റൗണ്ടിൽ പാസ്സായിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ആ ക്ലാസ് റെപ്പും അവളുടെ ടീമും അവരുടെ ഓപ്പണൻസ് അത് ആ ക്ലൗഡ് വില്ലേജിലെ ഷിനോബി സ്റ്റുഡൻസ് ആണ്. അവരാണെങ്കിൽ ബബിൾസ് ഒക്കെ വെച്ച് നമ്മുടെ ആൾക്കാർ അറ്റാക്ക് ചെയ്യും. മറ്റൊരു ഭാഗത്ത് ഇവാബയാൻ ടീം അവരെ വേറെ ഏതോ ഒരുത്തൻ ഇപ്പൊ അറഞ്ച അറ്റാക്ക് ചെയ്യും. ആ ഒരു അറ്റാക്കിൽ ഡെങ്കി അവൻ ഒരുപാട് പരുക്കൊക്കെ പറ്റി താഴെ വീണ് കിടക്കും. ഉടനെ ഷിങ്കി അവൻ അവിടേക്ക് വന്ന് ഈ പയൻ സാൻഡ് ഉപയോഗിച്ച് ഇവാബെ അറ്റാക്ക് ചെയ്യാണ്. ഇവാബയാണെങ്കിൽ മഡ്വാളൊക്കെ യൂസ് ചെയ്ത് ഒരുപാട് നേരം റെസിസ്റ്റ് ചെയ്ത് നിൽക്കും. പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ അവനെ കൊണ്ടാണെങ്കിൽ ആ പവറിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അടുത്ത നിമിഷം ഇവാബ തെറിച്ചു പോയി അട്ടിച്ചു വീഴും. ഉടനെ മെറ്റല്ലി അവൻ എടുത്തു ചാടി ഇപ്പൊ അവനുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ്. മെറ്റലിയാണ് വിട്ടുകൊടുക്കില്ല. അവന്റെ അച്ഛനെ പോലെ തന്നെ നിന്ന് കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യാണ്. മെറ്റലിന്റെ ഓരോ പഞ്ചും അവൻ തടുത്തുകൊണ്ടേയിരിക്കും. പക്ഷേ അവൻ വിട്ടുകൊടുക്കാതെ ഉഷാറായിട്ട് പോരാടി ഇപ്പൊ ശ്വാസം വലിച്ചു നിൽക്കുകയാണ്. അവന്റെ കയ്യിലൂടെ ആണെങ്കിൽ ചോര ഒഴുകുന്നുണ്ട്. പക്ഷെ അപ്പോഴും ജയിക്കാനുള്ള ആവേശം അവനിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. അടുത്ത സെക്കൻഡ് അവൻ മെറ്റല്ലിയെ അട്ടിച്ചു തെറിപ്പിച്ച് ആ ഒരു ഫ്ലാഗ് എടുക്കും. അത് കണ്ട് മെറ്റല്ലി അവൻ തകർന്ന് താഴേക്ക് വീഴാണ്. ലോങ് ഷോട്ടിലായിട്ട്
ടെമരി. അവൾക്കാണെങ്കിൽ മാച്ചൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് ആവേശാവും. ഇനി അവസാനിക്കുന്നത് ഒരേ ഒരു ടീം മാത്രമാണ്, അതാണ് ബൊറൂട്ടോയുടെ ടീം. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ബൊറൂട്ടോ ടീമിനെ കാണിക്കും. ബൊറൂട്ടോ പറയും, മീറ്റ്സുക കമോൺ കമോൺ, ഞാൻ ആ ഫ്ലാഗിനെ അതിനെ റൗണ്ട് ചെയ്ത് നിൽക്കാം. അതിന്റെ അടുത്തേക്ക് ആര് വന്നാലും അവരെ ഞാൻ തടയും. ആ സമയം കൊണ്ട് നിങ്ങൾ ആ ഫ്ലാഗ് എടുക്കണം. ബൊറൂട്ടോ ഉടനെ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കും. ആ ട്രിബിൾസ് അവര് 3 പേരുമായിരിക്കും അവനെ എതിർക്കാനായി അവന്റെ അടുത്തേക്ക് വരാ. ബൊറൂട്ടോ പറയും, നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ പോയിക്കോ. ഞങ്ങൾ മൊത്തം 5 പേരുണ്ട്, നിങ്ങൾ വെറും 3 പേര് മാത്രമാണ്. അതിനവർ ചിരിക്കും. അടുത്ത നിമിഷം അവരിപ്പോ അവരുടെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്യും. അവരിപ്പോ മൊത്തം 9 പേരുണ്ട്. ബൊറൂട്ടോ ആണെങ്കിൽ അതൊക്കെ കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോയി അങ്ങനെ നിൽക്കും. ഉടനെ 2 ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ്. അവര് 3 പേരും ഇപ്പൊ ബൊറൂട്ടോയുടെ ക്ലൗൺസിനെ തല്ലി തല്ലി കൊല്ലുകയാണ്. അപ്പൊ മറ്റൊരു ഭാഗത്ത് മേറ്റ്സുകയും സാറടയും അവരാണെങ്കിൽ ഓരോ ഭാഗത്തൂടെ വന്ന് എങ്ങനെയെങ്കിലും ആ ഫ്ലാഗ് എടുക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു കൊണ്ടേയിരിക്കും. ട്രിപ്പിൾസ് ആണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയെ കറക്കേറിയും. അതിനുശേഷം ആ ഫ്ലാഗ് എടുക്കാനായി അതിന്റെ ക്ലോസ് എത്തും. ബൊറൂട്ടോ ഒന്നും നോക്കില്ല. അവന്റെ കയ്യിലുള്ള ആ ഒരു ഡിവൈസ് അതുപയോഗിച്ച് ഇപ്പൊ വാട്ടർ ജിപ്സ് ക്രിയേറ്റ് ചെയ്യും. സുനാമി പോലെ വെള്ളം അത് വമ്പം ഫോഴ്സിൽ അങ്ങനെ വന്ന് അവരെ അടിച്ച് തെറിപ്പിക്കുകയാണ്. അതിനുശേഷം ലൈറ്റ്നിങ് പവർ ഉപയോഗിച്ച് അവരെ എല്ലാവരെയും അങ്ങനെ കത്തിക്കരിച്ചു കളയും. സാറയുടെ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ ഒരു ഫ്ലാഗ് എടുക്കും. മീറ്റ്സുക അവൻ ഓടി വന്ന് ബൊറൂട്ടോയോട് ചോദിക്കും, ബൊറൂട്ടോ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ? അതിന് ബൊറൂട്ടോ പറയും, കുഴപ്പമൊന്നുമില്ല. മീറ്റ്സുകയ്ക്കാണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയുടെ പവറൊക്കെ കണ്ട് ഭയങ്കര അത്ഭുതമാവും. വാവ്, സത്യം പറഞ്ഞ ബൊറൂട്ടോ, നിനക്കൊരു ഹൊക്കാഗെ ആവേണ്ട കഴിവുണ്ട്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത ടെമരി, അവൾക്കാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. വാട്ടർ സ്റ്റൈൽ വേവ്സിനെ കുറിച്ച് പോലും അറിയാത്ത ബൊറൂട്ടോ എങ്ങനെ ഇത്രയും വലിയൊരു വാട്ടർ ജിപ്സു അത് ക്രിയേറ്റ് ചെയ്തു? ടെമരി ആണെങ്കിൽ എത്രയൊക്കെ സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടും അവൾക്ക് ആ നിഞ്ച ടൂള് അത് കണ്ടെത്താനാവില്ല. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല, 4 ടീമും അടിപൊളിയായിട്ട് മത്സരിച്ചു എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത ടീമുകളുടെ പേര് അത് എഴുതി വെക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ടെമരിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ഷിനോബി, അവനാണെങ്കിൽ ബൊറൂട്ടോ നിഞ്ച ടൂൾ ഉപയോഗിച്ച കാര്യം ഇപ്പൊ ആ ഡോക്ടറിനെ ഇൻഫോം ചെയ്യും. അതേസമയം സാറടയ്ക്കാണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയുടെ സംസാരവും ആക്ഷനും ഒക്കെ കാണുമ്പോൾ എന്തോ ഒരു ഡൗട്ട് തോന്നും. അവൾ അവനെ കാര്യമായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് പറയും, നിന്റെ കണ്ണ് കുറെ കൂടെ ബ്ലൂ ആണ്, പക്ഷെ എനിക്കിഷ്ടം നിന്റെ അച്ഛന്റെ കണ്ണാണ്. മാത്രമല്ല നിന്റെ അച്ഛനെ പോലെ അത്രയും നല്ലൊരാളെ ഞാൻ കണ്ടിട്ടില്ല. ബൊറൂട്ടോയ്ക്ക് ആണെങ്കിൽ അവൾ എന്താ പറയണെന്ന് മനസ്സിലാവില്ല. അതേസമയം നറൂട്ടോ ആണെങ്കിൽ എക്സാമിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഉടനെ ഷിക്കമരു ആളിപ്പോ നറൂട്ടോയെ കാണാൻ റൂമിലേക്ക് വരും. ഷിക്കമരു പറയും, കൺഗ്രാചുലേഷൻ, ബൊറൂട്ടോ ആൻഡ് ടീം അവരടുത്ത ലെവൽ എക്സാമിലേക്ക് ജയിച്ചിരിക്കുകയാണ്. അവരെ പോലെ തന്നെ ഷിക്കഡായി ടീമും പാസ്സായിരിക്കുകയാണ്. സോ അവസാനം നമ്മുടെ കുട്ടികളുടെ ഫൈറ്റ് അത് നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കുകയാണെന്ന് പറഞ്ഞ് ഷിക്കമരു ആളവിടുന്ന് കടന്നു പോകും. നറൂട്ടോ ആണെങ്കിൽ വലിയ എക്സ്പ്രഷൻ ഒന്നും ഇടാതെ വളരെ സീരിയസ് ആയിട്ടിരിക്കും. കട്ട് ചെയ്ത ഇവിടെ ഡെങ്കി ടീമും അതുപോലെ ആ ക്ലാസ് റെപ്പിന്റെ ടീമും ആ 2 ടീമും തോറ്റുപോയി. ഇവാബയ്ക്കാണെങ്കിൽ നല്ല ടെൻഷനുണ്ട്. അവൻ പറയും, കുഴപ്പമില്ല, നമ്മുടെ 2 ടീം ജയിച്ചല്ലോ, അത് മതി, ഇത് നമ്മുടെ ഗ്രാമത്തിന്റെ അഭിമാനം തന്നെയാണ്. അങ്ങനെ ഫ്രണ്ട്സിനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ബൊറൂട്ടോ നേരെ വീട്ടിലേക്ക് വരാണ്. ടീമാവര് നല്ല ഹാപ്പി ആയിട്ട് ബൊറൂട്ടോയെ കെട്ടിപ്പിടിക്കും. കൺഗ്രാചുലേഷൻസ് ചേട്ടൻ, അട്ടിച്ച് തകർത്തു. അതിന് ബൊറൂട്ടോ, ഇതൊക്കെ സിമ്പിൾ അല്ലേ, എനിക്ക് സെക്കൻഡ് എക്സാം അത് വളരെ ഈസി ആയിരുന്നു എന്ന് പറഞ്ഞ് അവൻ റൂമിലേക്ക് പോവും. കട്ട് ചെയ്ത ഇവിടെ സാസുകയും നറൂട്ടോയും അവർ 2 പേരും ചേർന്ന് ആ ഒരു സ്ക്രോള് അത് ഡീകോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ നറൂട്ടോ ആണെങ്കിൽ സാസുകയോട് താങ്ക്സ് പറയും. താങ്ക് യു സോ മച്ച്, നീ എന്റെ മകനെ നിന്റെ സ്റ്റുഡന്റ് ആക്കി എടുത്തില്ലേ, അതിന്റെ ഡിഫറൻസ് അവനിൽ കാണാനുണ്ട്. അതിനുശേഷം വീണ്ടും ഇപ്പൊ ബൊറൂട്ടോയെ കാണിക്കുകയാണ്. അവന്റെ ഉള്ളിലാണെങ്കിൽ ഭയങ്കര കുറ്റബോധം. ഞാൻ ആക്ച്വലി ഫേക്ക് ആയിട്ടാണ് ഈ എക്സാം ജയിച്ചത്. ഞാൻ ഈ നിഞ്ച ടൂൾ ഉപയോഗിച്ചത് അതൊട്ട് ശരിയായില്ല. പക്ഷെ ഈ ഒരു നിഞ്ച ടൂള് അതെന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ആരാണെന്ന് എനിക്ക് ലോകത്തെ കാണിക്കാൻ പറ്റും. അങ്ങനെ ബൊറൂട്ടോ ഓരോരോ കാര്യങ്ങളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവന്റെ ഡോറിൽ ആരോ നോക്ക് ചെയ്യുന്ന സൗണ്ട് അവൻ കേൾക്കുക. ബൊറൂട്ടോ അവന്റെ കയ്യിലുള്ള ആ നിഞ്ച ടൂള് അത് മറച്ചു പിടിക്കും. അപ്പോഴേക്കും ഡോർ തുറന്ന് സാക്ഷാൽ നറൂട്ടോ ആള് റൂമിലേക്ക് വന്ന് ഇപ്പൊ ബൊറൂട്ടോട് ചോദിക്കും, നിന്റെ ചുനിയൻ എക്സാം അത് എങ്ങനെ ഉണ്ടായിരുന്നു? അതിന് ബൊറൂട്ടോ പറയും, നന്നായിരുന്നു, ഞാൻ എക്സാമിൽ പാസ്സായി. നറൂട്ടോ ആണെങ്കിൽ ആളുടെ കൈ നീട്ടി, നീ ഒരു കാരണവശാലും ഷിക്കഡായോട് മത്സരിച്ച് തോക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഫീസ്റ്റ് ബോംബ് അടിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഫീസ്റ്റ് ബോംബ് അടിക്കണമെന്നുണ്ട്. ഇനി ഒരു പക്ഷേ ആ നിഞ്ച ടൂള് അത് നറൂട്ടോ കണ്ടാലോന്ന് പേടിച്ച് ബൊറൂട്ടോ ആണെങ്കിൽ മടിച്ചു നിൽക്കും. ഉടനെ നറൂട്ടോ ആണെങ്കിൽ അവന്റെ നെഞ്ചിൽ പഞ്ച് ചെയ്ത് വീണ്ടും
മാൻഷനിലേക്ക് തിരികെ പോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.